الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज मैं हजरत मसीह मौद ഇന്ന് ഞാൻ ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതാണ്. അതിൽ ദൈവസ്നേഹത്തിന്റെ യാഥാർത്ഥ്യം, അതിന്റെ വിശദീകരണം, അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ രഹസ്യം, അത് കരസ്ഥമാക്കാനുള്ള മാർഗം, അതിന്റെ ഗഹനത, തത്വജ്ഞാനം എന്നിവ വിവരിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന, അദ്ദേഹത്തിന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ട നമ്മോട് എന്തെല്ലാം പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തുന്നത്, ദൈവസ്നേഹം കരസ്ഥമാക്കാനായി നാം എന്തുമാത്രം പരിശ്രമിക്കണം, അതിനുള്ള നിലവാരം എന്തായിരിക്കണം എന്നിവയെല്ലാം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അതിനാൽ ഓരോ ഉദ്ധരണിയെക്കുറിച്ചും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. എല്ലാം നമുക്ക് വഴികാട്ടിയാണ്. അതിനാൽ ശ്രദ്ധാപൂർവം ഇത് കേൾക്കേണ്ടതാണ്. അങ്ങനെ നാം ദൈവപ്രേമം എന്ന വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ മുന്നേറുന്നവരും വർധന വരുത്തുന്നവരും ആയിത്തീരേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുഹബ്ബത്ത്, സ്നേഹം എന്നത് അത് സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല, മനുഷ്യന് നൽകിയിരിക്കുന്ന ശക്തിയിൽപ്പെട്ട ഒന്നാണത്. അതിന്റെ യാഥാർത്ഥ്യം എന്നത് മനസ്സ് ഒന്നിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുന്നു എന്നതാണ്. ഓരോ വസ്തുവിന്റെയും യഥാർത്ഥ ഗുണം അത് പരിപൂർണമായ നിലയിൽ എത്തുമ്പോഴാണ് പ്രകടമാകുന്നത്. അത് വ്യക്തമായി പ്രകടമാകുന്ന ആ സമയത്താണ്. അത് തന്നെയാണ് സ്നേഹത്തിന്റെയും അവസ്ഥ. സ്നേഹത്തിന്റെ മേന്മയും പ്രകടമാകുന്നത് അത് സമ്പൂർണവും പരിപൂർണവുമായ അവസ്ഥയിലെത്തുമ്പോഴാണ്. അത് പരിപൂർണത പ്രാപിക്കുമ്പോഴാണ് പ്രകടമാകുന്നത്. അള്ളാഹു പറയുന്നു, ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല, അതായത് പശുക്കുട്ടിയെ അവർ അത്യധികം സ്നേഹിച്ചു. പശുക്കുട്ടിയെ അവർക്ക് ശർബത്ത് പോലെ കുടിപ്പിക്കുകയുണ്ടായി. ആരാണോ പൂർണമായും ഒരാളെ സ്നേഹിക്കുന്നത് അവൻ ആ വ്യക്തിയെ കുടിച്ചിറക്കുന്നത് പോലെയാണ്, അതല്ലെങ്കിൽ അവൻ അതിനെ തിന്നുന്നത് പോലെയാണ്. പ്രേമിയുടെ സ്വഭാവത്തിലും നടത്തത്തിലും അനുഗുണമായി അവൻ മാറുന്നു. സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് മനുഷ്യൻ സ്വയം തന്റെ പ്രേമിയുടെ ഗുണഗണങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കപ്പെടുന്നു. എത്രമാത്രമെന്നാൽ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ രൂപമായി മാറുന്നു. അള്ളാഹു സ്നേഹിക്കുന്ന വ്യക്തി അവരവരുടെ കഴിവനുസരിച്ച് അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുള്ള പ്രകാശം കരസ്ഥമാക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. അതേപോലെ ശൈത്താനെ സ്നേഹിക്കുന്നവർ ശൈത്താനിലുള്ള അന്ധകാരത്തെയും കരസ്ഥമാക്കുന്നു. അള്ളാഹുവിന്റെ ഗുണങ്ങളെ സ്വായത്തമാക്കുക എന്നതാണ് മുഹബ്ബത്തിന്റെ രഹസ്യം. സിഫത്തുകളെക്കുറിച്ച് അറിയില്ലെങ്കിൽ മഅരിഫത്ത് ഉണ്ടാവുകയില്ല. മഅരിഫത്തിൽ നിന്നും മുന്നോട്ട് ഗമിക്കുമ്പോൾ മുഹബ്ബത്ത് ലഭിക്കുന്നു. അള്ളാഹുവിന്റെ ഗുണങ്ങളെ സ്വായത്തമാക്കുമ്പോഴാണ് മുഹബ്ബത്ത് പൂർണ്ണതയിലെത്തുക. അറിവ് കരസ്ഥമാക്കിയാൽ മാത്രം പോരാ, അതിനെ സ്വാംശീകരിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ നിറം സ്വീകരിക്കണം. തുടർന്ന് അള്ളാഹുവിന്റെ പ്രകാശം കരസ്ഥമാകുകയും ചെയ്യുന്നതാണ്.
फिर आप फरमाते हैं ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, कि हकीकत മുഹബ്ബത്തിന്റെ इंतजाम പൊരുൾ चाहती है ആഗ്രഹിക്കുന്നത് सच्चे दिल से മനുഷ്യൻ സത്യഹൃദയത്തോടുകൂടി और अखलाक തന്റെ സ്നേഹപാത്രത്തിന്റെ സർവ്വഗുണങ്ങളും സ്വഭാവങ്ങളും ആരാധനകളും ഇഷ്ടപ്പെടുകയും അവനിൽ പൂർണ്ണമായും വിലയം പ്രാപിക്കാനായി പരിപൂർണമായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ തന്റെ പ്രേമഭാജനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രേമഭാജനത്തിന് കരസ്ഥമായിരിക്കുന്ന ജീവിതം ഇവന് ലഭിക്കുന്നതാണ്. യഥാർത്ഥ പ്രേമി തന്റെ പ്രിയമതമനിൽ തന്നെ ലയിപ്പിക്കുന്നു, തന്റെ പ്രേമഭാജനത്തിൽ ആയിക്കൊണ്ട് പ്രകടമാകുന്നു. ആ പ്രേമഭാജനത്തെ കുടിച്ചതുപോലെ അവന്റെ രൂപം തന്നെ പ്രകടമാകുന്നു. അപ്പോൾ ഇപ്രകാരം ജനങ്ങൾ പറയും, അവൻ തന്റെ പ്രേമഭാജനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവനോടൊപ്പം ചേർന്നുകൊണ്ട് അവന്റെ സ്നേഹത്തിൽ തന്നെ പൂർണ്ണമായി ലയിച്ചിരിക്കുന്നു. इलाही के मयार की वजाहत फरमाते ദൈവസ്നേഹത്തിന്റെ നിലവാരത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, हैं कि ये इक्तबास है कि फिर आपने ये इतराज किया है, असल में ये इतराज है ഇത് പാതിരി मसीह के खत के जवाब में आप फरमा रहे हैं। ഫതഹ് മസീഹിന്റെ ആക്ഷേപത്തിനുള്ള ഒരു മറുപടിയാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. आपने फरमाया ये इतराज किया है कि मुसलमान लोग खुदा ഒരാക്ഷേപം ഉന്നയിക്കപ്പെടുകയുണ്ടായി, മുസ്ലിങ്ങൾ അള്ളാഹുവിനെയും എന്തെങ്കിലും നേട്ടം കണ്ടാൽ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. അള്ളാഹു തന്റെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ കാരണം സ്നേഹിക്കപ്പെടണമെന്ന് അവർക്ക് അധ്യാപനം തന്നെ നൽകിയിട്ടില്ല. फरमाया कि वाज़ेह हो അതിനുള്ള മറുപടി ഇതാണ്, ഈ ആക്ഷേപം हकीकत इंजील पर वारिद होता है। ഖുർആനെ കുറിച്ചല്ല വേണ്ടത്, മറിച്ച് ബൈബിളിനെ കുറിച്ചാണ്. കാരണം ദൈവത്തോട് വ്യക്തിപരമായ സ്നേഹം മുഖേന जाती से उसकी इबादत करनी സ്നേഹിക്കണമെന്ന് ബൈബിളിൽ കാണില്ല. ദൈവത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം കാരണം നിങ്ങൾ അവനെ ആരാധിക്കുക എന്നും കാണില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ അധ്യാപനങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നത്, വസ്കുറുല്ലാഹ കസിക്രിക്കും ആബാഅക്കും വശദ്ദ സിക്റ. दीना आमनु अशद्दु തുടർന്ന് പറയുന്നു, വല്ലസീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ. करो जैसा कि अपने നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ അള്ളാഹുവിനെ और मोमनों की यही शान അതിനേക്കാളും കൂടുതലായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. വിശ്വാസികൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. ना वो अपने बाप അങ്ങനെയുള്ള സ്നേഹം തങ്ങളുടെ പിതാവിനോടോ തന്റെ മാതാവിനോടോ തന്റെ മറ്റു പ്രിയപ്പെട്ടവരോടോ അവർ ചെയ്യുകയില്ല. സ്വന്തം ജീവനോടും അത്ര സ്നേഹം കാണിക്കുകയില്ല. തുടർന്ന് അള്ളാഹു പറയുന്നു, ना हो फी कुलूबिकुम यानी खुदा ने तुम्हारी मोहब्बत ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. को बना दिया है। അള്ളാഹു നിങ്ങളുടെ ഇഷ്ടം വിശ്വാസമാക്കിയിരിക്കുന്നു, അതിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അലങ്കരിച്ചിരിക്കുന്നു. പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. और हक़ुल इबाद ഈ ആയത്തിൽ അള്ളാഹുവിന്റെ കടപ്പാടും സൃഷ്ടികളുടെ കടപ്പാടും ഉൾപ്പെടുന്നു. दोनों पहलू पर ഇതിന്റെ സാഹിത്യ സമ്പുഷ്ടത എന്നത് രണ്ട് വശങ്ങളും അള്ളാഹു ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്നതാണ്. हम जिक्र कर चुके हैं। സൃഷ്ടികളോടുള്ള കടമയെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ പുസ്തകം ഏതൊരു പുസ്തകത്തിൽ നിന്നാണോ ഈ ഉദ്ധരണി എടുത്തിരിക്കുന്നത്, इसमें आपने तफसील से जिक्र फरमाया है ആ പുസ്തകം നൂറുൽ ഖുർആനാണ്. അതിൽ വളരെ വിശദമായി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടി സേവനത്തെ സംബന്ധിച്ച്, സൃഷ്ടികളോടുള്ള കടമകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. हक़ुल इबाद का जो ഇതിൽ ആദ്യം उसमें आपने ज़ोर സൃഷ്ടികളോടുള്ള കടമയെക്കുറിച്ച് വിശദീകരിച്ചു. അതിൽ വിശദീകരണം നൽകിയത് ഇപ്രകാരമാണ്: വിശ്വാസി इबाद है നിഷേധികളോടും കാരുണ്യം കാണിക്കേണ്ടതാണ്. ഇത് സൃഷ്ടിയോടുള്ള കടമയാണ്. उसकी हम ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് अगर हो അവനോട് സഹാനുഭൂതി പ്രകടിപ്പിക്കേണ്ടതാണ്. जिस्मानी അവന്റെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ ശമിപ്പിക്കാൻ यानी ശ്രമിക്കണം. है अगर किसी किस्म की उसको बीमारी है കാഫിർ ആണെങ്കിൽ തന്നെയും അവന് ഏതുതരം രോഗമുണ്ടെങ്കിലും ശരി, അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, അത് ദൂരീകരിക്കാൻ ശ്രമിക്കണം. और ये हैं हक़ुल इबाद। यहाँ इस बात का ഇതാണ് സൃഷ്ടിയോടുള്ള കടമ. कि काफिर से मोहब्बत കാഫിറിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നതിനുള്ള മറുപടിയും
ഇവിടെ ലഭിക്കുന്നു. ചിലർ ചോദിക്കാറുള്ളത്, നാം ലവ് ഫോർ ആൾ എന്ന് പറയാറില്ലേ, ഇതെങ്ങനെ ശരിയാകും? പറയുന്നു, दर्दी उसकी इस्लाह करना, അവരോടുള്ള സഹാനുഭൂതി എന്നത് അവരെ സംസ്കരിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. में आकर സ്നേഹിക്കുക എന്നതുകൊണ്ട് ആ കാഫിറിന്റെ दीन को इख्तियार करना, കാര്യങ്ങൾ അംഗീകരിക്കുക, അവരുടെ മതം സ്വീകരിക്കുക എന്നത് ഒരിക്കലുമല്ല. വിശ്വാസിയോടുള്ള സ്നേഹം എന്നത് യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവന്റെ നല്ല സ്വഭാവങ്ങളും जो उसमें नेकियां हैं उनको इख्तियार करना, നന്മകളും സ്വായത്തമാക്കുക, और अगर उसमें उनको बुराइयां हैं तो उसको दीन के हवाले से उनको सुनना, തിന്മകളുണ്ടെങ്കിൽ മതപരമായ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. हमदर्दी है वो हर एक എന്നാൽ പൊതുവിലുള്ള മനുഷ്യ സഹജമായ സഹാനുഭൂതി അത് എല്ലാവരോടും വേണം. जो जाती बुराइयां आदात അത് അവരോട് കാണിക്കുന്ന സ്നേഹമാണ്. എല്ലാവരുടെയും വ്യക്തിപരമായ തിന്മകളും തെറ്റുകളും നാം സ്വായത്തമാക്കുക എന്നതല്ല സ്നേഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടികളോടുള്ള കടമയെക്കുറിച്ച് പറഞ്ഞത് പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക, അടിമകളെ സ്വതന്ത്രമാക്കുക, കടബാധ്യതയുള്ളവരുടെ കടം വീട്ടിക്കൊടുക്കുക, ഭാരം വഹിക്കുന്നവരുടെ ഭാരം സ്വയം ഏറ്റെടുക്കുക എന്നിവയാണ്. अदल സൃഷ്ടികളോടുള്ള इसमें जिक्र आ गया हुकूक കടപ്പാടിൽ അതില് നീതിയെക്കുറിച്ച് പറഞ്ഞു. അതിനേക്കാളും കൂടുതലായി ഇഹ്സാൻ പരോപകാരം ചെയ്യാനായി പറയുന്നു. ഇഹ്സാൻ എന്നാൽ മത ജാതി വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരോടും തുല്യമായി പെരുമാറുക. ഇതാണ് സൃഷ്ടികളോടുള്ള കടമ. മനുഷ്യരോടുള്ള സ്നേഹത്തിൽ ഒരു വിശ്വാസി की मोहब्बत में ചെയ്യുന്നതാണിത്. मोमिन अदा करता है, लेकिन अल्लाह ताला की ഇവയെല്ലാം ദൈവപ്രീതി കരസ്ഥമാക്കാനാണ് ചെയ്യുന്നത്. अव्वल मोहब्बत बहरहाल खुदा ताला की है. പ്രഥമ സ്നേഹം चश्मा मसीह ഏതായിരുന്നാലും അള്ളാഹുവിനോടായിരിക്കണം. हवाला है. तो फरमाया कि हक़ुल बात का जिक्र तो हमने कर चुका. പറയുന്നു, हक़ुल्लाह के पहलू की रूह से സൃഷ്ടികളോടുള്ള കടപ്പാടിനെ സംബന്ധിച്ച് ഞാൻ പറയുകയുണ്ടായി. അള്ളാഹുവിനോടുള്ള കടമയെ ഈ ആയത്തുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും. ആയത്ത് ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇൽ ഖുർബ എന്നുള്ളതാണ്. നീതി നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക. കാരണം അവൻ നിന്നെ സൃഷ്ടിച്ചു, പരിപാലിക്കുകയും ചെയ്തു, എല്ലായ്പ്പോഴും പരിപാലിക്കുകയും ചെയ്യുന്നു. അവനെ അനുസരിക്കുക എന്നത് അവന്റെ അവകാശമാണ്. ഇനി നിനക്ക് ഇതിനേക്കാളും കൂടുതൽ ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ അവന്റെ അവകാശത്തെക്കാളും കൂടുതലായി അവനോട് ഇഹ്സാൻ പ്രത്യുപകാരം ചെയ്തുകൊണ്ട് അവനെ അനുസരിക്കുക. उसके एहसान इस കാരണം അവൻ പരോപകാരം ചെയ്യുന്നവനാണ്. അവന്റെ ഉപകാരം എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര കൂടുതലാണ്. है कि अदल के दर्जे से बढ़ അനുസരിക്കുന്ന സമയത്ത് നീതിയേക്കാളും ഉയർന്നുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങളും പ്രത്യുപകാരങ്ങളും ഓർത്തുള്ള അനുസരണമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്നത് വ്യക്തമാണ്. ഉപകാരങ്ങളെ സ്മരിക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ പ്രത്യുപകാരം ചെയ്ത അസ്തിത്വത്തിന്റെ രൂപം നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഈസാൻ പ്രത്യുപകാരം എന്നതിന്റെ നിർവചനത്തിൽ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്ന രീതിയിൽ ആരാധിക്കുന്നതിനായി പറഞ്ഞിരിക്കുന്നത്. यानी मौसम की शक्ल जो सामने അള്ളാഹുവിനെ तो तभी उसके एहसान भी याद आते हैं, या जब एहसान याद करे तो मौसम की शक्ल നമ്മളോട് അനുഗ്രഹം ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ മുഖം നമ്മുടെ മുമ്പാകെ വന്നു. इंसान होता അപ്പോൾ കൂടുതലായി നമുക്ക് है. ताला का एहसान ये है, അവനെ ആരാധിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാകുന്നു. खुदा ताला को അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് देखने वाले दर हकीकत 3 വിഭാഗങ്ങളുള്ളതാണ്. हकीकत 3 किस्म पर मुनक़सिम है. അള്ളാഹ് പറയുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നവർ 3 വിഭാഗം ആളുകളാണ്. जो बाबा ഒരു വിഭാഗം ആളുകൾ और रोए ആത്മീയമായ മറകാരണവും ഭൗതിക കാര്യകാരണങ്ങളിൽ കണ്ണു നട്ടിരിക്കുന്നത് കാരണവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ अल्लाह ताला तो ശരിയായ രീതിയിൽ കാണാൻ കഴിയാത്തവരാണ്. അള്ളാഹു എപ്പോഴും മറഞ്ഞു നിൽക്കുന്നവനാണ്. और दुनियावी അതിനാൽ മനുഷ്യനെ പോലെ അവനെ കാണാൻ കഴിയില്ല. ഭൗതിക വസ്തുക്കൾ കാണാൻ സാധിക്കുന്നു, അതിനെക്കുറിച്ചുള്ള അറിവുമുണ്ടാകുന്നു, उस पे इंसान करता है. അത് മനുഷ്യന് അനുഭവിക്കാനും കഴിയും. फिर जब दुनियावी चीजें ഭൗതിക വസ്തുക്കൾ മുമ്പിലുണ്ടാകുമ്പോൾ रहता ഈ കാര്യകാരണങ്ങളെ സൃഷ്ടിച്ച बाप को ഒരു करने वाली भी कोई അസ്തിത്വമുണ്ടെന്ന ചിന്ത തന്നെ ഉണ്ടാകുകയില്ല. അത് അള്ളാഹുവാണ്. इन दुनियावी അതിനാൽ एक इंसान ज्यादा मोहब्बत करने लग जाता ഭൗതിക വസ്തുക്കളോട് ഒരാൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുന്നു. है. पहले वो അള്ളാഹുവിനെ അനുസരിക്കുന്നവർ 3 തരക്കാരാണ്. के एहसानात को अच्छी तरह
അള്ളാഹു നൽകിയിരിക്കുന്ന ഉപകാരങ്ങളെ വ്യക്തമായ രീതിയിൽ നോക്കാത്തവരാണ്. കാരണം वो सामने नजर आ रहे हो, മറ്റു വസ്തുക്കളാണ് അവൻ കൂടുതലും കാണുന്നത്. അള്ളാഹു മറയിലാണ്. वो जोश उनमें पैदा होता है പറയുന്നു, इंसान की ഉപകാരങ്ങളുടെ ശ്രേഷ്ഠതകൾ ഓർത്തുകൊണ്ടുണ്ടാകുന്ന ആവേശവും അങ്ങനെയുള്ളവരിൽ കാണുന്നില്ല. അതേപോലെ ഉപകാരം ചെയ്ത വ്യക്തിയുടെ മഹത്തായ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോഴുണ്ടാകുന്ന സ്നേഹം അവരിൽ ചലനാത്മകമാകുന്നില്ല. അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ സൃഷ്ടികർത്തൃത്വം, പരിപാലകത്വം എന്നീ ഗുണങ്ങളെല്ലാം ബാഹ്യമായി രീതിയിൽ അംഗീകരിക്കുന്നവരായി മാറുന്നു. അള്ളാഹു ചെയ്തതാണ് ഈ ഉപകാരങ്ങൾ എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നില്ലെങ്കിലും ये दावा होता है कि हम मुसलमान हैं, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നും അള്ളാഹുവാണ് ഞങ്ങളെ സൃഷ്ടിച്ചതെന്നുമുള്ള ഉപരിപ്ലവമായ ഒരു വിശ്വാസം മാത്രം അവർക്ക് ഉണ്ടാകുന്നു. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ള അവകാശം അവർ അംഗീകരിച്ചു കൊടുക്കുന്നു. आया कि और एहसान इलाही की इन तफसीलात को जिन पर एक बारीक नजर डालना അള്ളാഹു നൽകിയിരിക്കുന്ന ഉപകാരങ്ങളെ സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ യഥാർത്ഥ ഉപകാരിയുടെ മുഖത്തെ നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്നതാണ്. എന്നാൽ അവർക്ക് ആ തിരുമുഖം ദർശിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു എന്നവർ പൊതുവിൽ പറയുന്നു. എന്നാൽ അവർ ഓരോ കാര്യത്തിൽ നിന്നും ഫലമെടുക്കുമ്പോൾ അള്ളാഹുവാണ് ഈ ഉപകാരങ്ങൾ ചെയ്തതെന്ന ചിന്ത അവർക്ക് ഉണ്ടാകുന്നില്ല. दुनियावी असबाब को सामने रख रहे होते हैं कि फरमाया कि എല്ലാം ഭൗതിക കാര്യകാരണങ്ങളാണ് ഉണ്ടാക്കിയത് എന്നവർ ചിന്തിക്കുന്നു. परस्ती का ഇതിനുള്ള കാരണം मुसब्बिब ഭൗതിക വസ്തുക്കളുടെ പൊടിപടലങ്ങൾ ഈ കാര്യകാരണങ്ങൾ ഉണ്ടാക്കിയ യഥാർത്ഥ അസ്തിത്വത്തിന്റെ മുഖം കാണുന്നതിൽ നിന്നും അവരെ തടയുന്നു. മനുഷ്യൻ ബാഹ്യമായി ഏതെല്ലാം വസ്തുക്കളിൽ നിന്നാണോ ഫലമെടുക്കുന്നത്, ढांक लिया होता അതുകാരണം ഈ जो इन सब असबाब को കാര്യകാരണങ്ങളെയും വസ്തുക്കളെയും ഉണ്ടാക്കിയ അള്ളാഹുവിനെ അവർക്ക് नजर नहीं आता, കാണാൻ കഴിയുന്നില്ല. ബാഹ്യ വസ്തുക്കളിൽ മാത്രം इसलिए मुसब्बिब हकीकी का पूरा चेहरा देखने से ये चीज അവർ ആശ്രയം കണ്ടെത്തുന്നത് കാരണം യഥാർത്ഥ ഉപകാരിയെ അവർ रोकती जिससे കാണുന്നില്ല. मोती हकीकी का जुमाल मुशाहिदा അതിനാൽ ഇതെല്ലാം നൽകുന്ന യഥാർത്ഥ ദാതാവിന്റെ സൗന്ദര്യം കാണാനുള്ള വ്യക്തമായ ദൃഷ്ടി അവർക്ക് ലഭിക്കുന്നില്ല. चीज देने वाला है, അവരുടെ खूबसूरती है जो उसका हुस्न है। അപൂർണമായ ദൈവജ്ഞാനം तो फरमाया ഭൗതിക വസ്തുക്കളുടെ नाकस मार्फत അഴുക്കിൽ ഇഴകിച്ചേർന്നതായിരിക്കും. होती है और बवजह അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും ഉപകാരങ്ങളെയും ശരിയായ രീതിയിൽ അവർക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് ഉപകാരങ്ങളെ ദർശിക്കുമ്പോഴുണ്ടാകുന്ന രീതിയിലുള്ള ഒരു അടുപ്പം അവർക്ക് അള്ളാഹുമായി ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള അടുപ്പമുണ്ടാകുമ്പോഴാണ് ഉപകാരം ചെയ്ത വ്യക്തിയുടെ മുഖം നമ്മുടെ മുമ്പാകെ वजह ये ദൃഷ്ടിയിൽ മുമ്പിൽ വരുന്നത്. അവരുടെ ദൈവജ്ഞാനം മങ്ങിയ അവസ്ഥയിലായിരിക്കും. കാരണം അവർ തങ്ങളുടെ അധ്വാനത്തിലും ഭൗതിക വസ്തുക്കളിലും ആശ്രയിക്കുന്നു. അതോടൊപ്പം ഉപരിപ്ലവമായി അള്ളാഹു സൃഷ്ടികർത്താവും അന്നദാതാവും ആയതുകൊണ്ട് അവനെ ആരാധിക്കൽ നമ്മിൽ നിർബന്ധമാണെന്ന് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. इसलिए उनसे जब तक कि वो इस हालत में हैं മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ ഭാരം അള്ളാഹു അവന് നൽകാത്തതുകൊണ്ട് അവൻ ഈ അവസ്ഥയിൽ നിലനിൽക്കുന്ന കാലത്തോളം അവൻ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും इताअत बारिआयत अदल है। ആഗ്രഹിക്കുന്നത് അവർ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾക്ക് നന്ദിയുള്ളവനായി മാറട്ടെ എന്നാണ്. അതിനാൽ ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി എന്ന ആയത്ത് അദ്ല് നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നീതിയുടെ മാത്രം അടിസ്ഥാനത്തിലുള്ള അനുസരണമാണ്. അവർക്ക് പൂർണ്ണ അറിവില്ല. അള്ളാഹു ഖാലിക്കും അന്നദാതാവും ആണെന്ന് അറിവാണ് അവർക്കുള്ളത്. അള്ളാഹുവിന്റെ നീതിയും ആവശ്യപ്പെടുന്നത് അവൻ എത്രമാത്രം അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതേ രീതിയിൽ അള്ളാഹു അവരോട് വർത്തിക്കുന്നതാണ്. कि वो उसको इतना ही उनके लिए काफी समझे। ജനങ്ങൾ എത്ര കണ്ട് അള്ളാഹുമായി ബന്ധപ്പെടുന്നോ അതേ രീതിയിലാണ് അള്ളാഹു ജനങ്ങളോടും ബന്ധപ്പെടുക. അതാണ് അള്ളാഹുവിന്റെ നീതി ആവശ്യപ്പെടുന്നത്. പറയുന്നു, എന്നാൽ മനുഷ്യന്റെ ദൈവജ്ഞാനത്തിന് ഇതിനേക്കാളും ഉന്നതമായ ഒരു പദവി കൂടിയുണ്ട്. അത് നാം ഇപ്പോൾ വിവരിച്ചതുപോലെ മനുഷ്യന്റെ ദൃഷ്ടി കാര്യകാരണങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തമാകുന്നു. അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും ഉപകാരത്തിന്റെയും കൈകൾ മാത്രമായിരിക്കും കാണുക. ഈ ഒരു आ जाता है और ये मकूल
കാലത്ത് മനുഷ്യൻ ഭൗതിക വസ്തുക്കളുടെ മറവിൽ നിന്നും പൂർണ്ണമായും പുറത്തു കടക്കുന്നു. അങ്ങനെ ഞാൻ നനച്ചത് കൊണ്ടാണ് ഈ കൃഷി ഉണ്ടായത്, എന്റെ കൈകരുത്ത് കൊണ്ടാണ് ഈ നേട്ടം എനിക്ക് ലഭിച്ചത്, സെയ്ദ് സഹായിച്ചത് കൊണ്ടാണ് ഈ കാര്യം എനിക്ക് നേടാൻ കഴിഞ്ഞത്, ബക്കർ ഉള്ളത് കൊണ്ടാണ് നാശത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് തുടങ്ങിയ രീതിയിൽ പറയുന്ന വാക്കുകളെല്ലാം തന്നെ വ്യർത്ഥവും വ്യാജവുമാണെന്ന് അവന് തോന്നി തുടങ്ങുന്നതാണ്. അവന്റെ മുമ്പിൽ ഒരേ ഒരു അസ്തിത്വവും ഒരേ ഒരു ശക്തിയും ഒരേ ഒരു ഉപകാരിയെയും ഒരേ ഒരു സഹായ ഹസ്തവുമാണ് കാണാൻ കഴിയുക. ആ സമയത്ത് മനുഷ്യൻ ഭൗതിക വസ്തുക്കളുടെ പൊടിപടലമാകുന്ന ശിർക്കിൽ നിന്നും അല്പം പോലും അംശമില്ലാത്ത തെളിഞ്ഞ ദൃഷ്ടിയോടെ അള്ളാഹുവിന്റെ ഉപകാരങ്ങളെ കാണാൻ തുടങ്ങുന്നു. ഈ അവസ്ഥയിലുള്ള കാഴ്ച എന്നത് വളരെ വ്യക്തവും ദൃഢവുമായിരിക്കും. ആ സമയത്ത് ഇങ്ങനെയുള്ള ഉപകാരം നൽകുന്ന അസ്തിത്വം ഇവർക്ക് മറഞ്ഞിരിക്കില്ല. ഇവനെ പ്രത്യക്ഷമായി അവർ കാണാൻ തുടങ്ങുന്നു. ഇങ്ങനെ ആരാധിക്കുന്നതിന് വിശുദ്ധ ഖുർആൻ ഈസാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാൻ എന്നതിന് ഈയൊരു അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. ഈ സ്ഥാനത്തേക്കാളും ഉന്നതമായൊരു സ്ഥാനമുണ്ട്, അതിന് ഈതായുൽ ഖുർബ എന്നാണ് പറയുക. അതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: മനുഷ്യൻ ഒരു ദീർഘകാലം മറ്റൊരു വസ്തുവിന്റെയും കാര്യകാരണമില്ലാതെ അള്ളാഹുവിന്റെ ഉപകാരങ്ങളെ ദർശിച്ചുകൊണ്ടിരിക്കുകയും അവൻ പ്രത്യക്ഷനും നേരിട്ട് ഉപകാരം ചെയ്യുന്നവനുമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവനെ ആരാധിക്കുകയും ചെയ്താൽ ഈ ചിന്തയുടെയും കാഴ്ചപ്പാടിന്റെയും അവസാന പദവി എന്നത് അള്ളാഹുമായി വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം അയാൾക്ക് ഉണ്ടായിത്തീരുക എന്നതാണ്. കാരണം തുടർച്ചയായി ഉപകാരങ്ങളെ ദർശിച്ചുകൊണ്ടേയിരിക്കുക എന്നത് ഉപകാരം ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഹൃദയത്തിൽ പതുക്കെ പതുക്കെ അനന്തമായി അവനിൽ അനുഗ്രഹവും ഉപകാരവും ചെയ്യുന്ന വ്യക്തിയോട് ഒരു വ്യക്തിപരമായ സ്നേഹം ഇടപെടുന്നതാണ്. ഈ അവസ്ഥയിൽ അവൻ ഉപകാരങ്ങളെ മാത്രം ഓർത്തുകൊണ്ടല്ല ആരാധന നടത്തുന്നത്, മറിച്ച് ഈ ഉപകാരം ചെയ്യുന്ന അസ്തിത്വത്തോട് വ്യക്തിപരമായ സ്നേഹം ഉണ്ടായിത്തീരുന്നതാണ്. ഏതുപോലെ കുട്ടിക്ക് തന്റെ മാതാവിനോട് വ്യക്തിപരമായ സ്നേഹം നിലനിൽക്കുന്നുവോ അതേപോലെ ഈ ഒരു പദവിയിൽ എത്തിയവർ ആരാധിക്കുമ്പോൾ അള്ളാഹുവിനെ കാണുക മാത്രമല്ല ചെയ്യുന്നത്, അവനെ കണ്ടുകൊണ്ട് യഥാർത്ഥ പ്രേമികളെ പോലെ ആനന്ദ തുന്തിലമാകുകയും ചെയ്യുന്നു. ദേഹേച്ഛയെ പൂർണ്ണമായും ഇല്ലാതെയാക്കി വ്യക്തിപരമായ സ്നേഹം അവനിൽ ഉണ്ടായിത്തീരുന്നു. ഈ ഒരു പദവിയെയാണ് അള്ളാഹു ഈതായുൽ ഖുർബ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിലേക്കാണ് അള്ളാഹു ഫസ്കുറുല്ലാഹ കസിക്രിക്കും ആബാഅക്കും ഔ അശദ്ദു സിക്രൻ എന്ന ആയത്തിലും സൂചന നൽകുന്നത്. ചുരുക്കത്തിൽ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇൽ ഖുർബ എന്ന ആയത്തിന്റെ തഫ്സീറാണിത്. ഇതിൽ മനുഷ്യന്റെ ദൈവജ്ഞാനത്തിന്റെ 3 പദവികളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. മൂന്നാമത്തെ പദവിയെ വ്യക്തിപരമായ സ്നേഹം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ പദവിയിൽ എത്തിയ മനുഷ്യന്റെ ദേഹേച്ഛ പൂർണ്ണമായും വെന്തെരിയുന്നു. അങ്ങനെ ഒരു അത്തറിന്റെ കുപ്പിയിൽ അത്തർ നിറഞ്ഞിരിക്കുന്നത് പോലെ ഹൃദയം ദൈവസ്നേഹത്തിൽ നിറഞ്ഞു തുളുമ്പുന്നതാണ്. ഈ സ്ഥാനത്തെക്കുറിച്ചാണ് ചുവടെയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത്: വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹി വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വിശ്വാസികളിൽ ചിലർ അള്ളാഹുവിന്റെ പ്രീതിക്കായി തങ്ങളുടെ ജീവൻ വിൽക്കുന്നു. അങ്ങനെയുള്ളവരോടാണ് അള്ളാഹു കരുണ ചെയ്യുന്നത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു: ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മോക്ഷം പ്രാപിച്ചവർ തങ്ങളെ പൂർണ്ണമായും അള്ളാഹുവിൽ സമർപ്പണം ചെയ്തവരാണ്. അവന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവനെ കാണുന്ന രീതിയിൽ അവർ അവനെ ആരാധിക്കുന്നു. അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കരസ്ഥമാക്കുന്നു. അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അവരുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്നേഹവും മാത്രമായിരിക്കും. അള്ളാഹുവിന്റെ പക്കലുള്ള അനുഗ്രഹങ്ങൾ അവരുടെ പ്രതിഫലമായി തീരുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു: യുത്ഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ.
യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം മിസ്കീനുകൾക്കും യതീമുകൾക്കും തടവുകാർക്കും ഭക്ഷണം നൽകുന്നു. ഈ ഭക്ഷണം നൽകുന്നത് കൊണ്ട് നിങ്ങളിൽ നിന്ന് വല്ല പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മറ്റു വല്ല ലക്ഷ്യവും ഞങ്ങൾക്കില്ല. ഈ സ്നേഹങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവപ്രീതിയൊന്ന് മാത്രമാണ്. ചുരുക്കത്തിൽ ഈ ആയത്തുകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് വിശുദ്ധ ഖുർആൻ ഇബാദത്തിന്റെയും സൽപ്രവർത്തനത്തിന്റെയും ഉന്നത സ്ഥാനം എന്ന് പറയുന്നത് ദൈവപ്രീതിയും ദൈവതൃപ്തിയും മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് സത്യഹൃദയത്തോടുകൂടി അനുഷ്ഠിക്കുന്നതിനെയാണ്. അള്ളാഹു ഈ മതത്തിന്റെ പേര് ഇസ്ലാം എന്ന് വെച്ചിരിക്കുന്നത് മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് തന്റെ വല്ല ലക്ഷ്യവും നേടാനുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കരുത് എന്നും അവന്റെ പ്രകൃതിദത്തമായ ആവേശത്താലായിരിക്കണം അവനെ ആരാധിക്കേണ്ടത് എന്നും കാണിക്കാനാണ്. കാരണം ഇസ്ലാം അർത്ഥമാക്കുന്നത് തന്റെ സർവ്വലക്ഷ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തനാകുന്നതിന്റെ പേരാണ്. ലോകത്ത് ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും തന്നെ ഈ ലക്ഷ്യം സമർപ്പിക്കുന്നില്ല. അള്ളാഹു തന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനായി വിശ്വാസികൾക്ക് വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്താൽ നിങ്ങൾ അവനെ ആരാധിക്കുക എന്നതാണ്. യഥാർത്ഥ ആരാധന അള്ളാഹുമായി വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്, എന്തെങ്കിലും നേട്ടത്തിനായിരിക്കില്ല. യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, മുഹബത്ത് അത്ഭുതകരമായ ഒന്നാണ്. ഇതിന്റെ അഗ്നി തിന്മയുടെ അഗ്നിയെ എരിച്ചു കളയുന്നു, തെറ്റുകളുടെ തീനാളങ്ങളെ ചാരമാക്കി മാറ്റുകയും ചെയ്യുന്നു. യഥാർത്ഥവും വ്യക്തിപരവും സമ്പൂർണമായ സ്നേഹത്തോടൊപ്പം ശിക്ഷ ഒരിക്കലും ഒരുമിച്ച് കൊടുക്കുകയില്ല. സത്യമായ സ്നേഹത്തിന്റെ ഒരടയാളം ഇതാണ്. അതിന്റെ പ്രകൃതത്തിൽ ലീലമായിരിക്കുന്ന ഒരു കാര്യം തന്റെ പ്രേമഭാജനത്തിൽ നിന്നും അകലുക എന്നത് വളരെ പ്രയാസമായി അനുഭവപ്പെടുന്നു എന്നതാണ്. ചെറിയൊരു തെറ്റ് വന്നാൽ താൻ നാശമടയുമെന്ന് അവൻ കരുതുന്നു. തന്റെ പ്രേമഭാജനത്തിനെതിരിൽ വല്ലതും ചെയ്യുക എന്നത് വിഷമായി കരുതുന്നു. തന്റെ പ്രിയതമനെ കാണാനായി എപ്പോഴും അസ്വസ്ഥനായിരിക്കും. അകൽച്ചയും വേർപാടും മൂലം വളരെയധികം വേദന അനുഭവിക്കുകയും അത് മരണതുല്യമായി കാണുകയും ചെയ്യുന്നു. അതിനാൽ അവർ സാധാരണക്കാർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പാപമെന്ന് കരുതുകയില്ല. ഉദാഹരണമായി കൊല്ലരുത്, വധിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് നടത്തരുത്, കള്ളസാക്ഷ്യം പറയരുത്. മറിച്ച് ചെറിയ ഒരു അശ്രദ്ധയെ, ചെറിയ ഒരു അലസതയെ അത് അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അന്യരിലേക്ക് ശ്രദ്ധിക്കുന്നതാണെങ്കിൽ അവൻ വലിയ ഒരു പാപമായി കരുതുന്നു. അതിനാൽ അള്ളാഹുവിന് മുമ്പിൽ അവൻ സ്ഥിരമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നും ഒരു നിമിഷ നേരം പോലും മാറി നിൽക്കാൻ അവന്റെ പ്രകൃതം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മാനുഷികമായ ചെറിയ ഒരു അശ്രദ്ധ പോലും അവനിൽ നിന്നും തടയാൻ അത് കാരണമാകുന്നതുകൊണ്ട് ആ ചെറിയ ന്യൂനതയെപ്പോലും അവർ ഒരു പർവ്വതതുല്യമായ പാപമായി കരുതുന്നു. അതുകൊണ്ടാണ് അള്ളാഹുമായി സമ്പൂർണവും സ്ഥായിയുമായ സ്നേഹബന്ധം വെക്കുന്നവർ എപ്പോഴും ഇസ്തിഗ്ഫാറിൽ മുഴുകിയിരിക്കുന്നത്. കാരണം ഒരു യഥാർത്ഥ സ്നേഹിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ചിന്ത തന്റെ പ്രേമഭാജനം തന്നോടൊരിക്കലും വെറുക്കരുതെന്നാണ്. അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു ദാഹം ഇട്ടുകൊടുക്കുകയും, അതായത് അള്ളാഹു പൂർണ്ണമായും അവനോട് തൃപ്തിപ്പെടണം എന്നുള്ള ദാഹം ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്നിൽ തൃപ്തനായി എന്ന് അള്ളാഹു പറഞ്ഞാൽ തന്നെയും അവൻ അതിൽ മാത്രം തൃപ്തനാവുകയില്ല. കാരണം മദ്യപാനി ഒരു ഗ്ലാസ് കുടിച്ച് വീണ്ടും ആവശ്യപ്പെടുന്നത് പോലെ സ്നേഹത്തിന്റെ ഉറവ മനുഷ്യ ഹൃദയങ്ങളിൽ തിളച്ചുമറയുമ്പോൾ ആ സ്നേഹം സ്വയം ആവശ്യപ്പെടുന്നത് കൂടുതൽ കൂടുതൽ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കണമെന്നാണ്. അള്ളാഹു താൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇരുന്നു കളയരുത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി അറിയുന്നത് ഈ വ്യക്തിയെ ആരാധനയിലും ഇസ്തിഗ്ഫാറിലും കൂടുതൽ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ ഇബാദത്തിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്നു. പറയുന്നു, അതിനാൽ സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്നു. അതിനാലാണ് അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കുന്നവർ എല്ലായ്പ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ നിഷ്കളങ്കന്റെ അടയാളം അവൻ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറിന്റെ യഥാർത്ഥ അർത്ഥം എന്നത്
എല്ലാതരം വൈകല്യങ്ങളും തെറ്റുകളും മാനുഷികമായി മനുഷ്യരിൽ നിന്നും വന്നുപോകുന്ന തന്റെ ന്യൂനതകളെയും പരിഹരിക്കുന്നതിനായി അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഫദ്ലിനാൽ ആ ബലഹീനതകൾ പ്രകടമാകാതിരിക്കട്ടെ, അത് മറഞ്ഞിരിക്കുമാറാകട്ടെ. ഇസ്തിഗ്ഫാർ എന്നതിന്റെ അർത്ഥം പൊതുജനങ്ങൾക്കായി വളരെ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. വന്നുപോയ തെറ്റുകുറ്റങ്ങളുടെ ദൂഷ്യ ഫലങ്ങളിൽ നിന്നും അതിന്റെ വിഷാംശങ്ങളിൽ നിന്നും ഈ ലോകത്തും പരലോകത്തും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ എന്നതും ഇസ്തിഗ്ഫാറിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നതാണ്. അതായത് വന്നിരിക്കുന്ന പാപങ്ങളുടെ ദൂഷ്യഫലങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷിക്കട്ടെ എന്നതും ഇസ്തിഗ്ഫാറിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ യഥാർത്ഥ മോക്ഷം അള്ളാഹുമായി വ്യക്തിപരമായ സ്നേഹത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അത് വിനയത്തോടും താഴ്മയോടും കൂടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ തന്നിലേക്ക് ആകർഷിക്കുക എന്നതാണ്. മനുഷ്യൻ തന്റെ സ്നേഹത്തെ ഉന്നത ശ്രേണിയിൽ എത്തിക്കുകയും സ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് തന്റെ ദേഹേച്ഛകളെ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യുമ്പോൾ ഒരു തീക്കണൽ പോലെ പെട്ടെന്ന് അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹു അവനോട് വെക്കുന്ന ആ സ്നേഹം ആ ദാസനിൽ വന്നു പതിക്കുന്നു. അതവനെ അധമമായ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അള്ളാഹുവിന്റെ വിശുദ്ധി അവന്റെ ആത്മാവിൽ വന്നു പതിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിന്റെ എല്ലാ ദൈവിക ഗുണങ്ങളിൽ നിന്നും ഒരംശം അവന് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അള്ളാഹുവിന്റെ ശക്തിപ്രഭാവം പ്രകടമാക്കുന്ന പ്രതിബിംബമായി മാറുന്നു. റുബൂബിയത്തിന്റെ സ്ഥായിയായ ഖജനാവിൽ മറിഞ്ഞിരിക്കുന്ന എല്ലാം ഈ വ്യക്തി മുഖേന ലോകത്ത് പ്രകടമാകുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു ഒരിക്കലും പിശുക്കനല്ല. അവന്റെ അനുഗ്രഹങ്ങൾ നിത്യഹരിതമാണ്. അവന്റെ നാമങ്ങളും ഗുണങ്ങളും ഒരിക്കലും തന്നെ നിലച്ചു പോകില്ല. തിന്മയെ അകറ്റുക എന്നതും സൽപ്രവർത്തികൾ ചെയ്യുക എന്നതും അള്ളാഹുവിന്റെ സ്നേഹമില്ലാതെ സാധ്യമല്ലെന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, തിന്മ യഥാർത്ഥത്തിൽ വിഷമാണ്. അതുണ്ടാകുന്നത് മനുഷ്യൻ അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്നും അള്ളാഹുവിന്റെ ശക്തമായ സ്നേഹത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഓർക്കുന്നതിലൂടെയുള്ള അവന്റെ സ്നേഹവും ഇല്ലാതെയാകുന്നതിലൂടെയാണ്. ഒരു വൃക്ഷം ഭൂമിയിൽ നിന്നും പിഴുതെടുത്തു കഴിഞ്ഞാൽ അതിന് വെള്ളം ലഭിക്കാതിരുന്നാൽ അത് നിത്യേന ഉണങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ എല്ലാ പച്ചളിപ്പും നഷ്ടപ്പെടുന്നതാണ്. ദൈവസ്നേഹത്തിൽ നിന്നും ഹൃദയം പറിച്ചു മാറ്റപ്പെട്ട വ്യക്തിയുടെ ഉദാഹരണവും ഇതുപോലെയായിരിക്കും. ഉണക്കത്തെ പോലെ പാപം അവനെ കീഴ്പ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ഉണക്കത്തിന്റെ ചികിത്സ ദൈവ നിയമത്തിൽ 3 വിധത്തിലാണുള്ളത്. അള്ളാഹുവിന്റെ നിയമത്തിൽ 3 രീതിയിലാണുള്ളത്. 1 സ്നേഹം, 2 ഇസ്തിഗ്ഫാർ, അതിന്റെ അർത്ഥം മൂടുക, മറച്ചു വെക്കാനുള്ള ആഗ്രഹം എന്നാണ്. ഭൂമിയിൽ വേര് മൂടിയിരിക്കുന്നത് വരെ അത് പച്ചളിപ്പുള്ളതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. 3ാമത്തെ ചികിത്സ തോബയാണ്. ജീവിതത്തിന്റെ വെള്ളം വലിച്ചെടുപ്പിക്കാനായി വിനയത്തോടുകൂടി അള്ളാഹുവിലേക്ക് തിരിയുകയും അവനെ സമീപസ്ഥമാക്കുകയും പാപത്തിന്റെ മറയിൽ നിന്നും സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക. തിന്മകളെ അകറ്റാൻ സൽപ്രവർത്തികൾ അനിവാര്യമാണ്. പാപത്തിന്റെ മറ അകറ്റാൻ സൽപ്രവർത്തികൾ അനിവാര്യമാണ്. സൽപ്രവർത്തികൾക്കായി ഈ മറയെ നീക്കാനായി കഴിഞ്ഞ ഖുത്ബകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് മാസങ്ങൾ 2 ആഴ്ചകൾക്ക് മുമ്പ് ചെയ്ത ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ഇച്ഛാശക്തിയും, അതായത് ഈമാനിയ ശക്തിയും അറിവും കർമ്മശക്തിയും അനിവാര്യമാണ്. അപ്പോഴാണ് ഈ മറ നീക്കപ്പെടുക, സൽപ്രവർത്തികൾ ചെയ്യാനുള്ള തൗഫീഖും ലഭിക്കുക. ആ തെറ്റുകളിൽ നിന്നും മനുഷ്യൻ പുറത്തേക്ക് വരുന്നതാണ്. പറയുന്നു, തൗബ എന്നത് വെറും നാവുകൊണ്ട് പറയലല്ല, തൗബയും പൂർണ്ണ സൽപ്രവൃത്തിയിലൂടെയാണ് പ്രകടമാകുന്നത്. തൗബ എന്ന് പറയലല്ല, സൽപ്രവൃത്തി കൂടി ചെയ്യുമ്പോഴാണ് തൗബ ആയിത്തീരുന്നത്. എല്ലാ നന്മകളും തൗബയുടെ പൂർത്തീകരണത്തിനായി ഉള്ളതാണ്.
ഇതിന്റെ എല്ലാം അർത്ഥം നാം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്നതാണ്. ദുആയും തൗബയാണ്. ഇത് മുഖേനയും അള്ളാഹുവിന്റെ സാമീപ്യം അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവനെ സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു അതിന്റെ പേര് റൂഹ് എന്ന് വെച്ചിരിക്കുന്നത്. क्योंकि उसकी हकीकी राहत കാരണം അതിന്റെ യഥാർത്ഥ റാഹത്ത്, തൃപ്തി അള്ളാഹുവിനെ അംഗീകരിക്കുന്നതിലും അവനെ സ്നേഹിക്കുന്നതിലും അവനെ അനുസരിക്കുന്നതിലുമാണ്. നഫ്സ് എന്നും ഇതിന്റെ പേര് വെച്ചിട്ടുണ്ട്. കാരണം അത് അള്ളാഹുമായി മൈത്രിയിൽ വർത്തിക്കുന്നതാണ്. റൂഹ് എന്ന് വെക്കാൻ കാരണം അള്ളാഹുമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. അതിൽ അവന് സംതൃപ്തി ലഭിക്കുന്നു. നഫ്സ് എന്ന് വെക്കാൻ കാരണം ദൈവവുമായി ബന്ധപ്പെടുന്നതിനുള്ള അതിന് കഴിവുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ സൃഷ്ടിച്ചുകൊണ്ട് റൂഹ് എന്ന് വെക്കാൻ കാരണം യഥാർത്ഥ റാഹത്ത്, തൃപ്തി കിട്ടുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലും അവനെ അനുസരിക്കുന്നതിലും അവനെ അംഗീകരിക്കുന്നതിലുമാണ്. റൂഹിന്റെ റാഹത്ത് അള്ളാഹുവിന്റെ സ്നേഹത്തിൽ മനുഷ്യൻ പൂർണ്ണമായും ലയിക്കുമ്പോഴാണ്. നഫ്സ് എന്ന് വെച്ചിരിക്കുന്നത് അള്ളാഹുമായി മൈത്രിയിൽ വർത്തിക്കുന്നത് കാരണമാണ്. അള്ളാഹുമായി ചേരുന്നതിനുള്ള കഴിവ് അതിലുണ്ട്. പറയുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് മണ്ണിൽ നട്ടിരിക്കുന്ന തോട്ടത്തിന്റെ ചെടി പോലെയാണ്. ഇതാണ് മനുഷ്യന്റെ സ്വർഗം. വൃക്ഷം ഭൂമിയിൽ വെള്ളം വലിച്ചെടുക്കുകയും തന്നിലേക്ക് ആവാഹിക്കുകയും ചെയ്ത് തന്റെ വിശേഷങ്ങളെ പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് അതേപോലെയാണ് മനുഷ്യന്റെ ഹൃദയാവസ്ഥ. അവൻ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ വെള്ളം വലിച്ചെടുത്തുകൊണ്ട് വിഷാംശങ്ങൾ പുറത്ത് തള്ളുന്ന ശക്തി കൈവരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഇവയെ പുറന്തള്ളുന്നു. ദൈവത്തിൽ ആയിക്കൊണ്ട് പരിശുദ്ധമായ വളർച്ച കൈവരിക്കുന്നു. അത് വ്യാപിക്കുന്നു, തളിരിടുന്നു, നല്ല ഫലങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാത്തവർക്ക് വളരാനുള്ള വെള്ളത്തെ വലിച്ചെടുക്കാൻ സാധ്യമല്ല. അത് കാരണം ഓരോ നിമിഷവും അത് ഉണങ്ങിക്കൊണ്ടിരിക്കും. അവസാനം അതിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകും. ഉണങ്ങിയതും വിരൂപ്യവുമായ മരച്ചില്ലുകൾ മാത്രം അവശേഷിക്കും. തിന്മയുടെ ഉണക്കം ദൈവവുമായി ബന്ധമില്ലാത്തത് കാരണമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഈ ഉണക്കത്തെ ഇല്ലാതാക്കുന്നതിനായി ശരിയായ ചികിത്സ ശക്തമായ ബന്ധം സ്ഥാപിക്കലാണ്. അള്ളാഹുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുക. അപ്പോഴാണ് ഈ ഉണക്കം മാറുക. അല്ലെങ്കിൽ ഉണങ്ങിയ വൃക്ഷം പോലെ മനുഷ്യൻ ആത്മീയമായി പൂർണ്ണമായും ഇല്ലാതായിത്തീരുന്നതാണ്. പറയുന്നു, ഇതാണ് പ്രകൃതി തത്വം നമ്മോട് പറയുന്നത്. ഇതിലേക്കാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ദൈവത്തിൽ ശാന്തി പ്രാപിച്ച ആത്മാവേ, നിന്റെ റബ്ബിലേക്ക് മടങ്ങി വരിക. അവൻ നിന്നോട് തൃപ്തനായും നീ അവനോട് തൃപ്തനായും കൊണ്ട് എന്റെ ദാസരിൽ പ്രവേശിക്കുക, എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക. പറയുന്നു, തിന്മയെ അകറ്റാനുള്ള ചികിത്സ ദൈവസ്നേഹവും പ്രേമവുമാണ്. അതിനാൽ മുഹബ്ബത്തിന്റെയും തിന്മയെ അകറ്റാനുള്ള ചികിത്സ ദൈവസ്നേഹവും പ്രേമവുമാണ്. അതിനാൽ മുഹബ്ബത്തിന്റെയും പ്രേമത്തിന്റെയും ഉറവിടത്തിൽ നിന്നും നിർഗളിക്കുന്ന എല്ലാ സൽപ്രവർത്തികളും തന്നെ പാപത്തിന്റെ അഗ്നിയിൽ വെള്ളം തളിക്കുന്നു. മനുഷ്യൻ അള്ളാഹുവിനായി സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് തന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യമുദ്രയാണ് പതിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഈ രീതിയിൽ അംഗീകരിക്കുകയും അവനെ മറ്റെല്ലാത്തിനേക്കാളും മുന്തിക്കുകയും ഏതുവരെ എന്നാൽ തന്റെ ജീവനേക്കാളും അവനെ മുന്തിക്കുക എന്നതും സ്നേഹത്തിന്റെ പ്രഥമ ശ്രേണിയാണ്. ഇതിന്റെ ഉദാഹരണം ഭൂമിയിൽ നടന്ന ഒരു വൃക്ഷത്തിന് തുല്യമാണ്. രണ്ടാമത്തെ ശ്രേണി ഇസ്തിഗ്ഫാറിന്റേതാണ്. അതിന്റെ അർത്ഥം ദൈവത്തിൽ നിന്നും അകന്ന് മനുഷ്യത്വത്തിന്റെ മറ നീക്കപ്പെടാതിരിക്കട്ടെ എന്നതാണ്. ഇതിന്റെ ഉദാഹരണം വൃക്ഷം ശക്തിയോടെ തന്റെ വേര് ഭൂമി ഉറപ്പിച്ചു നിർത്തുന്നത് പോലെയാണ്. മൂന്നാമത്തെ ശ്രേണി തൗബയാണ്. അതിന്റെ ഉദാഹരണം വൃക്ഷം തന്റെ വേര് വെള്ളത്തിൽ നിന്നും അടുത്തുവരെ എത്തിച്ചതിനു ശേഷം കുട്ടിയെപ്പോലെ അതിനെ വലിച്ചു കുടിക്കുന്നു. ചുരുക്കത്തിൽ പാപത്തിന്റെ തത്വം എന്നത് ദൈവത്തിൽ നിന്നും അകലുന്നത് കൊണ്ടാണ് അതുണ്ടാകുന്നത്. അതിനെ അകറ്റുക എന്നത് ദൈവവുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. എന്നാൽ ആരുടെയെങ്കിലും ആത്മഹത്യ പാപത്തിന് പരിഹാരമാണെന്ന് പറയുന്നവർ വിവരമില്ലാത്തവരാണ്. അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, വിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുന്ന അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഈ ലോകത്ത് വെച്ച് തന്നെ ദൈവദർശനം സാധ്യമാകുന്നതാണ്. അവൻ പറയുന്നു, മൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ. യഥാർത്ഥ ദൈവത്തെ
സ്നേഹിക്കുന്ന അള്ളാഹുവിനെ ഈ ലോകത്ത് ദർശിക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? नेक अमल कर അവർ ഒരു രീതിയിലുള്ള കുഴപ്പമില്ലാത്ത സൽപ്രവർത്തികൾ ചെയ്യേണ്ടതാണ്. अमल यानी उसके फसाद ना हो, यानी अमल उसके ना लोगों को दिखलाने के लिए हो, അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ കാണിക്കാനോ അത് മുഖേന അഹങ്കാരമുണ്ടാക്കാനോ പാടില്ല. ഞാൻ അതാണ് ഇതാണ് എന്ന് അഹങ്കരിക്കരുത്. അതേപോലെ ആ പ്രവൃത്തി ന്യൂനതയുള്ളതോ അപൂർണമോ ആകരുത്. അള്ളാഹുവിന്റെ സ്നേഹത്തിന് വിരുദ്ധമായ രീതിയിലുള്ള ദുർഗന്ധവും അതിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അത് സത്യവും ആത്മാർത്ഥതയും നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കണം. അതോടൊപ്പം നാനാതരം ശിർക്കിൽ നിന്നും പൂർണ്ണമായി മുക്തമാവുകയും വേണം. സൂര്യനെയോ ചന്ദ്രനെയോ ആകാശത്തിലെ നക്ഷത്രങ്ങളെയോ കാറ്റോ അഗ്നിയോ വെള്ളമോ ഭൂമിയിലെ ഒരു വസ്തുവോ ആരാധ്യ വസ്തുവോ ആയിരിക്കരുത്. അതേപോലെ ഭൗതിക വസ്തുക്കൾക്ക് കൂടുതൽ ആദരവോ അതിൽ ആശ്രയമോ കണ്ടെത്തി അത് ദൈവത്തിന് സമാനമായി തോന്നുന്ന തരത്തിലായിത്തീരുകയും ചെയ്യരുത്. തന്റെ ശക്തിയും പരിശ്രമവും എന്തോ വലിയ കാര്യമായി കരുതാനും പാടില്ല. ഇതും ശിർക്കിന്റെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. മറിച്ച് എല്ലാം ചെയ്തതിനു ശേഷം താനൊന്നും ചെയ്തിട്ടില്ല എന്ന തോന്നലാണ് ഉണ്ടാകേണ്ടത്. തന്റെ അറിവിൽ അഹങ്കരിക്കാൻ പാടില്ല. തന്റെ പ്രവർത്തനത്തിൽ അഹന്തയും പരുത്. മറിച്ച് തന്നെക്കുറിച്ച് ഒന്നും അറിയാത്തവനും അലസനുമായി കാണുക. ദൈവസവിധത്തിൽ ആത്മാവ് എല്ലായ്പ്പോഴും മുട്ടുകുത്തിയിരിക്കട്ടെ. ദുആ മുഖേന അവന്റെ അനുഗ്രഹത്തെ തന്നിലേക്ക് വലിച്ചു അടുപ്പിക്കുക. ആ വ്യക്തിയുടെ ഉദാഹരണം ദാഹിച്ച് പരവശനായ കൈയും കാലുമില്ലാത്തൊരു വ്യക്തിയെ പോലെയാണ്. അയാളുടെ മുമ്പിൽ ഒരു ഉറവ് പ്രത്യക്ഷപ്പെടുകയും അത് വളരെ തെളിഞ്ഞതും കുടിച്ചാൽ വളരെ ആനന്ദം നൽകുന്നതുമാണ്. ആ വ്യക്തി ഉരുണ്ടും ഞെരുങ്ങിയും എങ്ങനെയെങ്കിലും ആ ഉറവിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അതിനെ അവന്റെ ചുണ്ട് വെള്ളത്തിൽ വെക്കുകയും പൂർണ്ണമായ ദാഹം ശമിക്കുന്നതുവരെ അത് കുടിക്കുകയും ചെയ്യുന്നു. ദൈവസ്നേഹത്തിന്റെ പദവിയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ആ പ്രേമഭാജനത്തിൽ നിന്നും അകന്നു കഴിയുമ്പോൾ അവൻ സ്നേഹം ലഭിക്കാതെ പ്രയാസപ്പെടുകയും ദാഹം സഹിക്കുകയും ഭക്ഷണം മറക്കുകയും ചെയ്യുന്നു. അവൻ തന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. ഇതേപോലെ ദൈവസ്നേഹത്തിൽ നിങ്ങളും പൂർണ്ണമായും ലയിക്കുക. നിങ്ങളുടെ അസ്തിത്വം തന്നെ ലോകത്ത് നിന്ന് ഇല്ലാതെയാകട്ടെ. ഇങ്ങനെയുള്ള ബന്ധത്തിൽ മനുഷ്യൻ മരിച്ചുപോയാൽ തന്നെ അവൻ സൗഭാഗ്യവാനാണ്. വ്യക്തിപരമായ സ്നേഹമാണ് നമുക്ക് ആവശ്യം. കശ്ഫുകളോ ഇൽഹാമുകളോ അല്ല നാം പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, മദ്യപാനി മദ്യം കുടിച്ചു തീർക്കുന്നതും അതിൽ മത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ നിങ്ങളും അള്ളാഹുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹം നിറച്ചു കുടിക്കുക. മദ്യപാനിക്ക് മതി വരാത്തതുപോലെ നിങ്ങൾക്കും മതിയാവാതിരിക്കട്ടെ. മനുഷ്യൻ സ്നേഹത്തിൽ മുൻകടക്കുമ്പോൾ ഞാൻ യഥാർത്ഥ പ്രേമിയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നതുവരെ ഒരിക്കലും പിന്നോട്ട് മാറരുത്. മുന്നോട്ട് തന്നെ കാൽവെക്കുക. ആ പാനീയത്തെ ചുണ്ടിൽ നിന്നും ഒരിക്കലും അകറ്റി കളയരുത്. സ്നേഹത്തിനായി സർവാത്മന തങ്ങളെ സമർപ്പിക്കുക. ഈ സ്ഥാനത്ത് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളരുതാത്തവരാണ്. സ്നേഹം എത്രമാത്രമാണെന്നാൽ മറ്റൊന്നിനെയും വിലമതിക്കാത്ത തരത്തിലുള്ള സ്നേഹമാണ് ദൈവത്തോടുണ്ടാകേണ്ടത്. ഏതെങ്കിലും അത്യാഗ്രഹം നിങ്ങൾക്കുണ്ടാകരുത്. ഒരു രീതിയിലുള്ള ഭയവും നിങ്ങൾക്കുണ്ടാവരുത്. അള്ളാഹുവിനോട് പൂർണ്ണമായി തൃപ്തനാകുകയും ഒരു രീതിയിലുമുള്ള പരാതിയും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വ്യക്തിപരമായ സ്നേഹം ഉണ്ടാകുന്നത്. അള്ളാഹുമായി വ്യക്തിപരമായ സ്നേഹം ഉണ്ടാകാത്തതുവരെ വിശ്വാസം വളരെ അപകടകരമായ അവസ്ഥയിലായിരിക്കും. എന്നാൽ വ്യക്തിപരമായ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കുന്നതാണ്. ഈ വ്യക്തിപരമായ സ്നേഹം ദുആ മുഖേനയാണ് കരസ്ഥമാവുക. ഈ സ്നേഹം ഉണ്ടാകാത്തതുവരെ മനുഷ്യൻ നഫ്സെ അമ്മാറയുടെ കീഴിലായിരിക്കും, അതിന്റെ പിടിയിൽ അമർന്നിരിക്കും. നഫ്സെ അമ്മാറയുടെ കീഴിലുള്ളവർ പറയുന്നത് ഏ ജാൻ മിഠ അകലെ കിൻ ഠട്ട, അതായത് ഈ ലോകം സുഖമാണ്, പരലോകം ആര് കണ്ടു. ഇവർ വളരെ അപകടകരമായ അവസ്ഥയിലായിരിക്കും. ലവ്വാമയിലുള്ളവർ ഒരു സമയം വലിയായിരിക്കും, അടുത്ത നിമിഷം ശൈത്താനുമായിരിക്കും. അവരുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ അവസ്ഥ ഒരേപോലെ ആയിരിക്കുകയില്ല. അവരുടെ പോരാട്ടം നഫ്സുമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ അവർ വിജയിക്കും, ചിലപ്പോൾ നഫ്സ് വിജയിക്കും.
എന്നാലും ഇവർ പ്രശംസക്കർഹരാണ്. കാരണം അവരിൽ നിന്നും നന്മയും ഉണ്ടാകുന്നു, नेकियां भी सर, ദൈവ ഭയവും അവർക്കുണ്ടാകുന്നു. लेकिन नफ्स मुतमइन्ना वाले എന്നാൽ നഫ്സെ മുത്തമയിന്നയിലുള്ളവർ പൂർണ്ണമായ വിജയം കൈവരിച്ചവരാണ്. അവർ എല്ലാതരം ഭയങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മോചനം കൈവരിച്ചവരാണ്. അങ്ങനെ സമാധാനത്തിൽ അവർ എത്തിച്ചേരുന്നു. ഷെയ്ത്താൻ എത്തിച്ചേരാത്ത സമാധാന ഖേയത്തിൽ ഇവർ പ്രവേശിക്കുന്നു. ഒരു വിശ്വാസിയുടെ ദൈവസ്നേഹത്തിന്റെ പദവിയെക്കുറിച്ച് പറയുന്നു, വിശ്വാസിയുടെ നിറം പ്രേമയുടെ നിറമാണ്. തന്റെ പ്രേമത്തിൽ അവൻ സത്യസന്ധനായിരിക്കും. ദൈവത്തിനായി പൂർണ്ണ ആത്മാർത്ഥതയോടെ തന്റെ ജീവൻ തന്നെ സമർപ്പിക്കാനുള്ള ആവേശം അവനുണ്ടാകുന്നു. വിനയത്തോടും അവനിൽ പൂർണ്ണമായി വിലയം പ്രാപിച്ചും അടിയുറച്ചും അവൻ നിലനിൽക്കുന്നു. ഭൗതികമായ ഒരാനന്ദവും അവന് ആനന്ദമായി തോന്നുകയില്ല. ഈ പ്രേമത്തിലാണ് അവന്റെ ആത്മാവ് വളർന്നു വരുന്നത്. പ്രേമവാചനത്തിൽ നിന്നും അവഗണന കാണുമ്പോൾ അവൻ ഭയപ്പെടുകയില്ല. അവിടെ നിന്നും നിശബ്ദതയും അശ്രദ്ധയും കാണുമ്പോഴും അവൻ തളരുന്നില്ല, മുന്നോട്ട് തന്നെ കുതിക്കുന്നു. ഹൃദയവേദന വർദ്ധിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിത്തീരേണ്ടത് അനിവാര്യമാണ്. വിശ്വാസിയായ പ്രേമി അള്ളാഹുവിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കണം. मोमिन आशिक बनके मोहब्बत इलाही में पूरी तरह വിശ്വാസിയായ പ്രേമി അള്ളാഹുവിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കണം. मोहब्बत में सच्चा जोश പ്രേമവും പൂർണ്ണത പ്രാപിക്കണം. में साबित പ്രേമത്തിൽ പൂർണ്ണമായ സ്ഥിരചിത്തതയും ഉണ്ടായിരിക്കേണ്ടതാണ്. ला सके, അത് ഒരുവിധ ആഘാതത്തിലും തന്നെ ഇളകുകയില്ല. പ്രേമഭാജനത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് അശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യും. രണ്ട് രീതിയിലുള്ള വേദനയുണ്ടാകും. ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ വേദന, മറ്റൊന്ന് ആരുടെയെങ്കിലും പ്രയാസം കണ്ട് ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നു. അവർക്ക് നന്മ വരുത്തുന്നതിനായി ഒരു പ്രത്യേക ആവേശം ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അവരെ സഹായിക്കാൻ അസ്വസ്ഥനായി തീരണം. और साबित कदमी उसके साथ में ദൈവത്തോടുള്ള സ്നേഹത്തിനായി ഉണ്ടാകുന്ന ആത്മാർത്ഥതയും വേദനയും അതോടൊപ്പം സ്ഥിരചിത്തതയും കൂടെ ഉണ്ടാകുമ്പോൾ അത് മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്നും ഉയർത്തി ദൈവികമായ ഒരു ലോകത്ത് കൊണ്ടെത്തിക്കുന്നു. അള്ളാഹു അല്ലാത്തതിൽ ഒരിക്കലും ആശ്രയിക്കാത്ത उसकी हद അത്ര न पहुंच जावे, വേദനയും ലയനവും കരഗതമാകാത്തതുവരെ മനുഷ്യൻ ആ അപകടാവസ്ഥയിൽ തന്നെയായിരിക്കും. ഈ ഒരു അപകടാവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് അള്ളാഹു അല്ലാത്തതിൽ നിന്നും മനുഷ്യൻ പൂർണ്ണമായി മോചനം കൈവരിച്ച് അവന്റേതായി തീരുക എന്നതാണ്. उसी का हो जाए और उसकी അള്ളാഹുവിന്റേതായി തീരണം. അള്ളാഹുവിന്റെ സ്നേഹത്തിൽ അവൻ പ്രവേശിക്കണം. അതേപോലെ സമസൃഷ്ടികളോട് निहायत ही मेहरबान സ്നേഹനിധിയായ മാതാവ് മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഉള്ള സ്നേഹവും ഉണ്ടാകേണ്ടതാണ്. ദൈവേതരങ്ങളിൽ നിന്നും പൂർണ്ണമായും और दूसरे വിച്ഛേദനം का दर्द भी दिल में അതിന് ഉണ്ടാകേണ്ടതാണ്. അതേപോലെ തന്നെ സൃഷ്ടികളോടുള്ള വേദനയും जो आशिक അവന് ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥ വിശ്വാസിക്ക് कभी और അള്ളാഹുമായി പൂർണ്ണ സ്നേഹം ഉണ്ടാകുന്നത് അവന്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയുമ്പോഴാണ്. ലോകം സംശയത്തിൽ കുടുങ്ങി വഴികേടിലായിരിക്കുകയാണ്. പലരും വ്യക്തപരമായ നിരീശ്വരവാദികളാണ്. ചിലർ നിരീശ്വരവാദി ആയിട്ടില്ലെങ്കിലും അതേ നിറം സ്വീകരിച്ചവരാണ്. അതുകൊണ്ടാണ് മതത്തിൽ അലസത കാണുന്നത്. ഇതിനുള്ള പരിഹാരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്. അങ്ങനെ അവരുടെ മഅരിഫത്ത് വർദ്ധിക്കുകയും സാത്വികരുടെ സഹവാസത്തിൽ കഴിയുകയും ചെയ്യുക. അള്ളാഹുവിന്റെ പുതിയ പുതിയ അടയാളങ്ങൾ ഇത് മുഖേന അവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏത് വഴിയിലൂടെയും ഏത് മാർഗത്തിലൂടെയും അവൻ ഉദ്ദേശിക്കുന്നതനുസരിച്ച് മഅരിഫത്ത് വർദ്ധിപ്പിച്ചു തരും, ഉൾക്കാഴ്ച നൽകുകയും ചെയ്യും, ഹൃദയം സംതൃപ്തി അടയുകയും ചെയ്യും. सच है कि जिस कदर अल्लाह ताला की हस्ती और അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും മഹത്വത്തിലും അറിവ് കരസ്ഥമാകുന്നതനുസരിച്ച് അള്ളാഹുവിനോടുള്ള ഭയവും സ്നേഹവും ഉണ്ടാകുന്നതാണ്. जराइम पर दुलेर होगा, അശ്രദ്ധയായി കഴിയുന്ന കാലത്ത് തിന്മ ചെയ്യാൻ ധൈര്യമുണ്ടാകുന്നതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും അവന്റെ ശക്തി പ്രഭാവത്തെക്കുറിച്ചുള്ള ഉൾഭയവും മൂലമാണ് തിന്മ കത്തിച്ചാമ്പലാകുന്നത്. മനുഷ്യൻ ഏതൊരു വസ്തുവിനെ കുറിച്ചാണോ ഭയപ്പെടുന്നത് അവൻ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു. തീ കത്തിച്ച് കളയുമെന്നറിയുമ്പോൾ അവൻ അതിൽ കൈയിടുന്നില്ല. ഇന്ന സ്ഥലത്ത് പാമ്പുണ്ടെന്നറിഞ്ഞാൽ ആ വഴിയിലൂടെ അവൻ കടന്നു പോകുന്നില്ല. ഇതേപോലെ തിന്മയുടെ വിഷം उसको हलाक कर देता है और അവനെ നശിപ്പിക്കുമെന്നറിയുകയും അള്ളാഹുവിനെ മഹത്വത്തെ ഭയക്കുകയും ചെയ്യുകയും അള്ളാഹു തിന്മയെ ഇഷ്ടപ്പെടുകയില്ലെന്നും ദൃഢവിശ്വാസം അവനുണ്ടായിത്തീരുകയും അവൻ പാപത്തിന് കഠിനമായ ശിക്ഷ നൽകുന്നതാണെന്ന് അറിയുകയും ചെയ്യുമ്പോൾ അവൻ പാപം ചെയ്യാൻ ധൈര്യം കാണിക്കുകയില്ല. അവൻ ഭൂമിയിൽ നടക്കുന്നത് ഒരു ശവത്തെ പോലെയായിരിക്കും. അവന്റെ ആത്മാവ് എപ്പോഴും അള്ളാഹുവിന്റെ
സവിധത്തിലായിരിക്കും. മനുഷ്യൻ അള്ളാഹുവിന്റെ സ്നേഹാഗ്നിയിൽ പ്രവേശിച്ച് തന്റെ അസ്തിത്വത്തെ പൂർണ്ണമായും എരിച്ചു കളയുന്ന ആ സ്നേഹത്തിന്റെ മരണമാണ് അവന് പുതിയ ഒരു ജീവൻ നൽകുന്നത്. സ്നേഹവും അഗ്നിയാണ്, ഒരേപോലെ പാപവും ഒരു അഗ്നിയാണ് എന്നതിനെ അറിയില്ല. അതിനാൽ ദൈവസ്നേഹമാകുന്ന അഗ്നി പാപത്തിന്റെ അഗ്നിയെ ഇല്ലാതാക്കുന്നതാണ്. ഇതാണ് മോക്ഷത്തിന്റെ അടിവേര്. ജമാഅത്തിന് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു സാധാരണ രീതിയിലെല്ലാം അടയാളങ്ങൾ എന്ന നിലയിൽ അസാധാരണമായ രീതിയിൽ ഒരു മുത്തക്കിയായ വ്യക്തിയെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഓരോ വഞ്ചകനും അജ്ഞനും താൻ മുത്തക്കിയാണെന്ന് പറയുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അടയാളങ്ങളാൽ മുത്തക്കിയായി തെളിയിക്കപ്പെട്ടവരാണ് യഥാർത്ഥ മുത്തക്കി. അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഓരോരുത്തർക്കും പറയാൻ കഴിയും. എന്നാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ആകാശീയ അടയാളങ്ങളാൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടവരാണ്. എന്റെ മതം സത്യമാണെന്ന് എല്ലാവർക്കും പറയാം. എന്നാൽ സത്യമതം ഈ ലോകത്ത് പ്രകാശം ലഭിച്ച വ്യക്തിയുടേതാണ്. എനിക്ക് മോക്ഷം ലഭിക്കുന്നുവെന്ന് ഓരോരുത്തരും പറയും. എന്നാൽ ഈ ലോകത്ത് വെച്ച് തന്നെ മോക്ഷത്തിന്റെ പ്രകാശം ദർശിക്കുന്നവനാണ് ഈ വാക്കിൽ സത്യവാനായിട്ടുള്ളത്. അതിനാൽ അള്ളാഹുവിന്റെ പ്രിയരായി തീരാൻ നിങ്ങൾ പരിശ്രമിക്കുക. എല്ലാ ആപത്തുകളിൽ നിന്നും നിങ്ങൾ ഇത് മുഖേന രക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാക്കുന്നതിനായി എന്തുമാത്രം വേദനയോട് കൂടിയാണ് ആ മഹാത്മ പറയുന്നത്. ഉദാഹരണം പറയാം. സർവശക്തനായ അള്ളാഹു ഒരു ദൈവം ഉണ്ടെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവർ എത്രമാത്രം നിർഭാഗ്യവാന്മാർ. നമ്മുടെ സ്വർഗം നമ്മുടെ ദൈവമാണ്. നമ്മുടെ ഉന്നതമായ ആനന്ദാനുഭൂതികൾ നമ്മുടെ ദൈവത്തിനാണുള്ളത്. എന്തുകൊണ്ടെന്ന് ഞാൻ അവനെ കണ്ടിരിക്കുന്നു. എല്ലാ സൗന്ദര്യങ്ങളും അവനിൽ കണ്ടെത്തിയിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടാലും സ്വന്തമാക്കേണ്ട സമ്പത്താണ് അവൻ. ജീവനും സർവസ്വവും നഷ്ടപ്പെട്ടാലും ലഭ്യമാകൂ എന്ന് വന്നാലും വില കൊടുത്ത് വാങ്ങേണ്ട രത്നമാകുന്നു അത്. അല്ലയോ ഹതഭാഗ്യരെ, ഇതാ ഈ നീർധാരയിലേക്ക് ഓടിയെടുക്കുകയും അത് നിങ്ങളെ വയറുനിറയെ കുടിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുന്ന ജീവസ്രോതസ്സാണത്. ഞാൻ എന്തു ചെയ്യാനാണ്? ഈ സന്തോഷ വർത്തമാനം ഹൃദയങ്ങളിൽ കുടിയിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാ നിങ്ങളുടെ ദൈവം എന്ന് ഏത് ചെണ്ടകൊട്ടിയാണ് ഞാൻ വിളംബരം ചെയ്യേണ്ടത്? ലോകർ കേൾക്കുമാറാകാൻ, ലോകരുടെ കാത് തുറപ്പിക്കാൻ ഏത് ഔഷധം കൊണ്ടാണ് ഞാൻ ചികിത്സിക്കേണ്ടത്? നിങ്ങൾ ദൈവത്തിന്റേതായി തീരുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടേതായി തീരുന്നതാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവൻ ഉണർന്നിരിക്കും. നിങ്ങൾ ശത്രുവിനെ കുറിച്ചും അശ്രദ്ധരായി കഴിയുമ്പോൾ അവൻ ശത്രുവിനെ നോക്കി പാർക്കും. നിങ്ങളുടെ ശത്രുവിന്റെ ആസൂത്രണങ്ങളെ അവൻ തകർത്ത് കളയും. നിങ്ങളുടെ ദൈവത്തിൽ എന്തെന്നെല്ലാം അത്ഭുതങ്ങളാണുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുനിയാവിനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങൾ നിങ്ങൾക്ക് വരില്ല. തന്റെ പക്കൽ ഒരു വൻനിധി ഉണ്ടായിരിക്കെ ചില്ലിക്കാശ് നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ആരെങ്കിലും കരയുകയും അലമുറയിടുകയും മരിക്കാനൊരുങ്ങുകയും ചെയ്യുമോ? നിങ്ങൾക്ക് ഈ നിധിയെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങളുടെ ഓരോ ആവശ്യത്തിന്റെയും അവസരങ്ങൾ നിങ്ങൾക്ക് സഹായത്തിനായി ദൈവം ഉണ്ടെന്നറിഞ്ഞെങ്കിൽ നിങ്ങൾ ദുനിയാവിന് വേണ്ടി സ്വയം അവനെ മറക്കുന്നതെന്തിന്? ദൈവം ഏറ്റവും പ്രിയപ്പെട്ട നിധിയാകുന്നു. അതിനെ വിലമതിക്കുവിൻ. ഓരോ കാൽവെപ്പിലും അവൻ നിങ്ങളുടെ സഹായകനാകുന്നതാണ്. അവനെ കൂടാതെ നിങ്ങൾ ഒന്നുമല്ല. നിങ്ങളുടെ ഉപകരണങ്ങളും ഉപായങ്ങളും ഒരു വസ്തുവല്ല. അന്യ സമുദായങ്ങളെ അനുകരിക്കരുത്. അവർ പരിപൂർണമായും ഭൗതിക വഴിയിൽ വീഴപ്പെട്ടവരാണ്. പാമ്പ് മണ്ണ് തിന്നുന്നത് പോലെ അവർ നിസ്സാരമായ ഭൗതിക വഴിയിലെ മണ്ണ് തിന്നുകയാണ്. കഴുകനും പട്ടിയും ശവം തിന്നുന്നത് പോലെ അവർ ശവത്തിനുമേൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അവർ ദൈവത്തിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു. ആൾ ദൈവങ്ങളെ ആരാധിക്കുകയും പന്നിയിറച്ചി തിന്നുകയും മദ്യം വെള്ളം പോലെ കുടിക്കുകയും ചെയ്തു. അതിൽ കടന്ന് ഭൗതിക വഴിയിൽ വീണതുകൊണ്ട് ദൈവത്തിൽ നിന്നും ശക്തി തേടാത്തതുകൊണ്ടും അവർ മരിച്ചിരിക്കുന്നു. കൂട്ടിൽ നിന്നും പ്രാവ് പറന്നു പോകുന്നത് പോലെ അവരിൽ നിന്നും ദൈവികമായ ആത്മാവ് പുറത്തുപോയിരിക്കുന്നു. അവരുടെ ഉള്ളിൽ ലൗകികതയും കുഷ്ഠരോഗവുമാണുള്ളത്. അത് അവരുടെ ആന്തരിക അവസ്ഥകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ രോഗങ്ങളെ ഭയപ്പെടുക. നിങ്ങൾ അള്ളാഹുവിനെ തിരിച്ചറിയുവാനായി പൂർണ്ണമായും ശ്രമിക്കുക. അവനെ ലഭിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള മോക്ഷം. അവനെ കരസ്ഥമാക്കലാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ. സത്യഹൃദയങ്ങളോടും സ്നേഹത്തോടും കൂടി അന്വേഷിക്കുന്നവരിലാണ് അദ്ദേഹം പ്രകടമാകുന്നത്. അവന്റേതായി തീരുന്നവരിലാണ് അവൻ തന്റെ ശക്തി പ്രഭാവങ്ങൾ പ്രകടമാക്കുന്നത്. പരിശുദ്ധ ഹൃദയം അവന്റെ ഇരിപ്പിടമാകുന്നു. കളവിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ആക്ഷേപഹാസ്യങ്ങളിൽ നിന്നും മുക്തമായ നാവ് അവന്റെ വെളിപാടിന്റെ ഇടയാകുന്നു. അവന്റെ തൃപ്തിയിൽ തങ്ങളെ സമർപ്പിക്കുന്നവൻ അവന്റെ അത്ഭുത പ്രതിഭാസങ്ങളുടെ പ്രതിരൂപങ്ങളായി മാറുന്നു. അള്ളാഹു നമുക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു ഉന്നത സ്ഥാനത്താണോ നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനത്ത് നമ്മെ എത്തിക്കുമാറാകട്ടെ. പൂർണ്ണമായും അള്ളാഹുവിലേക്ക് കുമ്പിടുന്നവരായി നമ്മൾ മാറട്ടെ. അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അവനെ സ്നേഹിക്കുന്നവരായി നാം മാറട്ടെ. അവന്റെ സ്നേഹം കരസ്ഥമാക്കി അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റട്ടെ. അങ്ങനെ അവന്റെ പ്രീത സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായി മാറട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر